അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ചർച്ചാ ഗ്രൂപ്പുകളിൽ റഷീദ് കുറ്റിപ്പുറം എന്ന് പറയുന്ന ഒരു സഹോദരൻ വളരെ മോശമായിക്കൊണ്ട് നമ്മുടെ പണ്ഡിതന്മാരുടെ മേൽ പച്ചയായ ശിർക്ക് കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം കുറച്ച് കാലങ്ങളായി തുടങ്ങിയിട്ട് പല തവണ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, എന്നിട്ടും അദ്ദേഹം നിർത്തുന്നില്ല. കാരണങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുക. അദ്ദേഹം പറയുന്നത് ഒന്നാം നമ്പർ മുശ്രിക്കാണെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം അദ്ദേഹം പറയുന്ന ഭാഗം ഒന്ന് കേൾക്കുക. അസ്സലാമു അലൈക്കും. സഹോദര, നമുക്ക് വിഷയം ചർച്ച ചെയ്യാം. കാരണം ഇതൊന്ന് ശരിയാക്കി എടുക്കട്ടെ, ഇവരെ കാര്യം. എന്നിട്ട് നമുക്ക് ഞാനാ എന്താണെന്ന് പറയാം. നമ്മളിപ്പോൾ സമസ്തക്കാർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, യാ ഇബാദുള്ളയുടെ വിഷയം അതുപോലെയാണ്. ഇതൊന്ന് കഴിയട്ടെ, കാരണം ഇവരാദ്യം യഥാർത്ഥ ഇസ്ലാമിലേക്ക് കൊണ്ടുവരട്ടെ. കാരണം ഇത് പച്ച ഷിർക്കിലാണ്, ഒന്നാം നമ്പർ മുശ്രിക്ക് വിശ്വാസത്തിലാണ് ഈ സലായി പോലുള്ളവർ നിൽക്കുന്നത്. അവരൊന്നുകൊണ്ട് കൊണ്ടുവരട്ടെ, നിങ്ങളൊന്ന് സബൂറാക്കി. എന്നിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. കേട്ടില്ലേ സഹോദരങ്ങളെ, എത്ര ഗൗരവമുള്ള കാര്യമാണ് ഈ സഹോദരൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമസ്തക്കാരുണ്ട്. അവരെ ആരെങ്കിലും നമ്മൾ ഇന്നയാൾ മുശ്രിക്കാണ്, ഇന്നയാൾ കാഫറാണ് എന്ന് പറയാറുണ്ടോ? ഒരിക്കലും ഒരു മുസ്ലിം പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ഒരു മുസ്ലിമായി പരിഗണിക്കപ്പെടും ആരെ? അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്ന, നാം അറുത്തത് ഭക്ഷിക്കുന്ന, നമ്മുടെ ഖിബിലയായി അംഗീകരിക്കുന്ന ഒരാളെ മുസ്ലിമായി പരിഗണിക്കപ്പെടുമെന്നാണ്. അല്ലാതെ ഒരാളെയും മുശ്രിക്ക്, കാഫിർ എന്ന് വിളിക്കാൻ ഇസ്ലാമിൽ നമുക്ക് അനുവാദമില്ല എന്നുള്ള കാര്യം പോലും ഈ സഹോദരന് മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ സനീർ സ്വലാഹിയുടെ മേൽ പറയുന്ന വാദം ഇപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ ഇറക്കി. ഇൻഷാ അല്ലാഹ് വീഡിയോന് കൃത്യമായ മറുപടി വേറെ വരും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, സനീർ സ്വലാഹിയുടെ പേരിൽ ആരോപിക്കുന്ന കാര്യം, ഇപ്പം ഇദ്ദേഹം പറയുന്ന കാര്യം ഇവിടെ പറഞ്ഞു. ഇദ്ദേഹം മുശ്രിക്ക്, കാഫർ എന്ന് പറയുന്നുണ്ടെന്ന്. അത് കൃത്യമായി ഇവിടെ കാണിച്ചു അല്ലേ? നിങ്ങൾ കേട്ടില്ലേ ക്ലിപ്പ്? ഒന്നാം നമ്പർ മുശ്രിക്കാണ് സലാഹി എന്നാണ് പറഞ്ഞത്. ഈ രൂപത്തിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. അതേപോലെ സനീർ സ്വലാഹിയുടെ വാദം പറയേണ്ടത് റഷീദ് കുറ്റിപ്പുറമല്ല. ഇവന് ഓല കുടുങ്ങിയ കാസറ്റ് പോലെ, നമ്മളെ പണ്ടത്തെ ഓല കുടുങ്ങിയ കാസറ്റ് ഉണ്ടല്ലോ, റെക്കോർഡ് കാസറ്റ്, അതിങ്ങനെ കുടുങ്ങിയ മാതിരി പറയുന്ന പോലെ ഈ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുക എന്നല്ലാതെ ഈ പറയുന്നത് ആര് പറഞ്ഞു? സനീർ പറഞ്ഞോ? ജിന്നാണ് രോഗം നൽകുന്നത് എന്ന് സനീർ സ്വലാഹി എവിടെ പറഞ്ഞു? ഇൻഷാ അല്ലാഹ് സനീർ സ്വലാഹിയുടെ വാദം എന്താണെന്ന് സനീർ സ്വലാഹി പറയട്ടെ, നിങ്ങൾ കേൾക്കുക. അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹമാണ് പറയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൻ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാനരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റഷീദ് കുറ്റിപ്പുറം എന്ന് പറയുന്ന വ്യക്തി എൻ്റെ പേരിൽ എനിക്കില്ലാത്ത വാദം കെട്ടിച്ചമച്ചുകൊണ്ട് കളവുകളും ആരോപണങ്ങളും കുപ്രചാരണങ്ങളൊക്കെയായി എന്നെ മുശ്രിക്കും കാഫറുമാക്കി പ്രഖ്യാപിക്കുകയും ഞാൻ മുജാഹിദുകാരനല്ല എന്നും മുജാഹിദ് പ്രസ്ഥാനവുമായി യാതൊരു ബന്ധവുമില്ല എന്നും എന്നിങ്ങനെയുള്ള ടെക്സ്റ്റ് മെസ്സേജുകളും വോയിസ് മെസ്സേജുകളുമായി പല ഗ്രൂപ്പുകളിലായി ഇങ്ങനെ റോന്ത് ചുറ്റുകയാണ്. ഇദ്ദേഹം എന്നെ മുശ്രിക്കാക്കാനുണ്ടായ കാരണം, എൻ്റെ പേരിൽ എനിക്കില്ലാത്ത വാദങ്ങൾ കെട്ടിച്ചമച്ച് പറയാനുണ്ടായ കാരണം, കേരള ജംഇയ്യത്തുൽ ഉലമ KJU ജിന്നുബാധയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുണ്ട്. ആ പ്രമാണബദ്ധമായ നിലപാട് ഞാൻ പറഞ്ഞു എന്ന കാരണം കൊണ്ട് തന്നെയാണ്. അതായത് ആ ഷെയ്ത്വാൻ കേവലം വസ്വാസം മാത്രമല്ല, ഷെയ്ത്വാനിൽ നിന്നുണ്ടാവുക ശാരീരികമായ പ്രയാസങ്ങളും ഉണ്ടാകും, ആ നിലക്കുള്ള ഉപദ്രവങ്ങളും ഉണ്ടാകും എന്ന് വളരെ കൃത്യമായി പ്രമാണബദ്ധമായി കേരള ജംഇയ്യത്തുൽ ഉലമ റുഖിയ്യ ശറഇയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന പുസ്തകത്തിലൂടെ ആ വിഷയം സവിസ്തരം പ്രതിപാദിച്ചതാണ്. അത് പറഞ്ഞു എന്ന കാരണത്താൽ, അത് പറയുന്നു എന്ന കാരണത്താൽ കേരള ജംഇയ്യത്തുൽ ഉലമയെ ചില ആളുകൾ അപകീർത്തിപ്പെടുത്തുവാനും KJയെ മോശമാക്കുവാനും ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ KJയുടെ നിലപാട് പറയുന്നു എന്ന കാരണത്താൽ ആ പറയുന്ന ആളുകളെ കാഫറും മുശ്രിക്കുമാക്കി പ്രഖ്യാപിക്കാനാണ് ഇദ്ദേഹം സമയം കണ്ടെത്തുന്നത്. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ പണി എങ്ങനെ നടത്തിക്കോട്ടെ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം
ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്നു, രോഗം തരുന്നവൻ അള്ളാഹുവാണ്, രോഗം ഷെഫയാക്കുന്നവനും അള്ളാഹുവാണ്. ഇതിൽ ആർക്കും തർക്കമില്ല. ഇത് മുജാഹിദ് പ്രസ്ഥാനം എക്കാലഘട്ടങ്ങളിലും പഠിപ്പിച്ചൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ത്വാനാണ് രോഗമുണ്ടാക്കുന്നത്, ഷെയ്ത്വാനാണ് ഇവിടെ നമുക്കിടയിൽ രോഗം വിതറുന്നത് എന്ന നിലയ്ക്കുള്ള വ്യാഖ്യാനം നമ്മുടെ പേരിൽ കെട്ടിച്ചമച്ചുകൊണ്ട് ഇദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെ അള്ളാഹു രോഗം തരുന്നത് ചിലപ്പോൾ പല കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ്. അത് വൈറസിലൂടെയാകാം, ഫംഗസിലൂടെയാകാം, ചിലപ്പോൾ പിശാചുക്കളിലൂടെയും ആകാം, ഷെയ്ത്വാനുകളിലൂടെയും ആകാം. അത് അള്ളാഹു കാരണമാക്കിയേക്കാം. അപ്പൊ ആ നിലക്കുള്ള വിശകലനങ്ങളാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതല്ലാതെ ഷെയ്ത്വാൻ രോഗമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതേ സന്ദർഭത്തിൽ നമ്മൾ ഈ പറഞ്ഞ വാചകത്തെ ഒരുപക്ഷെ അള്ളാഹു കാരണമാക്കിയേക്കാം, സബബാക്കിയേക്കാം എന്ന് പറഞ്ഞ് ആ വിഷയത്തെ എടുത്തിട്ട്, കണ്ടില്ലേ ഷെയ്ത്വാൻ രോഗം തരുന്നു, അള്ളാഹു അല്ല രോഗം തരുന്നവൻ, ഷെയ്ത്വാനാണ് രോഗം തരുന്നവൻ എന്നിവർ പറഞ്ഞിരിക്കുന്നു എന്ന കള്ളപ്രചാരണം, കളവ് നമ്മുടെ പേരിൽ ഇദ്ദേഹം പറയുകയാണ്. അള്ളാഹുലേക്ക് വിടുകയല്ലാതെ വേറെ മാർഗമില്ല. ഏതായിരുന്നാലും മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് പ്രമാണബദ്ധമായ നിലപാട് തന്നെയാണ്. ജിന്നുബാധയുണ്ട്, കേവലം വസ്വാസ് മാത്രമല്ല, ജിന്നുകളിലൂടെ ഈ നിലക്കുള്ള ഷെയ്ത്വാനിലൂടെ ഈ നിലക്കുള്ള ശാരീരികമായ പ്രയാസങ്ങളും ഉണ്ടാകും എന്നത് പ്രമാണബദ്ധമായ വിശകലനമാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കുവാനും കഴിയും. വല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.